ചുരം കയറി വയനാട്ടിലേക്ക് പോകുന്നവരാരും കരിന്തണ്ടനെ അറിയാതെ പോവല്ലേ. കോഴിക്കോട്ട് നിന്ന് ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കാൻ ബ്രിട്ടീഷുകാർ ഒരു പാത നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കൃത്യമായി പറഞ്ഞ 1750-നും 1800-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ. അന്ന് ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന ആദിവാസിയായ പണിയ മൂപ്പനായിരുന്നു കരിന്തണ്ടൻ. ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് പിന്നെ ബ്രിട്ടീഷുകാർ വഴിവെട്ടിയത്. ഒരു പ്രബല സാമ്രാജ്യത്തിന് കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് ഓർത്തിട്ടും പിന്നീട് ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന് ഭയന്നിട്ടും ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുവെന്നും ചുരം വഴി പോകുന്ന വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്നുവെന്നും ഒടുവിൽ പ്രശ്നവിധിയായി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ ചങ്ങലയിൽ ബന്ധിച്ചുവെന്നും ആദിവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ചങ്ങലമരം ലക്കിടിയിൽ ഇപ്പോഴുമുണ്ട്. ഇനി പോകുമ്പോൾ കരിന്തണ്ടനെ കാണാൻ മറക്കില്ലല്ലോ.